ജംഷഡ്പൂരിലെ കരീം മാൻഷൻ. അവിടെ അമ്മായിക്കൊപ്പം നിന്ന് പഠിക്കുന്ന ഒരു 9ാം ക്ലാസ്സുകാരൻ. അവൻ താമസിച്ചിരുന്ന വീടിനടുത്തായി 3 സിനിമാ തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. അതിൽ 2 വീടിനോട് ചേർന്ന് തന്നെ. സിനിമ കാണാൻ വീട്ടിൽ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ തിയേറ്ററിലെ സ്പീക്കറുകളിൽ നിന്ന് കേൾക്കുന്ന ഡയലോഗുകളും ശബ്ദങ്ങളും ആർക്കും വിലക്കാൻ പറ്റില്ലല്ലോ. അവനിലേക്ക് സിനിമ എത്തി. നന്നായി നുണ പറഞ്ഞിരുന്ന ആ ചെക്കൻ മനസ്സിൽ കഥകൾ മെനയാൻ തുടങ്ങി. ഇങ്ങനെ മെനഞ്ഞ കഥകൾ അവനൊപ്പം വളർന്നു. എപ്പോഴോ അവ പ്രണയ കഥകളായി. അല്ല, അവനവനെ തേടിയുള്ള യാത്രയായി, തമാശയായി, ഹൈവേ ആയി, റോക്ക് സ്റ്റാറായി. ശരികൾക്കും തെറ്റുകൾക്കും അപ്പുറത്തുള്ള മൈതാനിയിൽ നമ്മളെ കാത്തിരുന്ന ഇംതിയാസ് അലി ചിത്രം. ഇംതിയാസ് അലിയുടെ സിനിമകൾ വെളിയിൽ നിന്ന് കാണും പോലെ പ്രണയ കഥകൾ മാത്രമല്ല. അവിടെ ഒരു യാത്രയുണ്ട്. ഒരു കഥാപാത്രത്തിലേക്ക് മറ്റൊരു കഥാപാത്രം നടത്തുന്ന യാത്ര, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ ഉള്ളിലേക്ക് തന്നെയുള്ള യാത്ര. സമൂഹം ഞെരിച്ചമർത്തുമ്പോൾ സ്വാതന്ത്ര്യം തേടിയുള്ള, സ്വത്വം തേടിയുള്ള യാത്രയാണ്